إلى حضرة سيدنا ونبينا محمد صلى الله عليه وسلم وإلى حضرات سائر أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ തർബിയാത്മീയ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിലൂടെ നാം ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, അതുപോലെ തന്നെ മറ്റു ആത്മീയ അനുഭൂതി ലഭിക്കുന്ന അദ്കാറുകൾ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ ഫാത്തിമിയ സ്വലാത്തിന്റെ മജ്ലിസാണ് ഇന്നത്തെ ദിവസം നാം ഈ മജ്ലിസിലൂടെ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ കൽബിൽ രൂഢമൂലമോ ആക്കി തരുമാറാകട്ടെ. സ്വലാത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്നവരാണ്. പല നിലക്കുള്ള അമലുകൾ നമ്മൾ നിർവഹിക്കുന്നവരാണ്. ആശൂറായിന്റെയും തസ്വാഇന്റെയും നോമ്പൊക്കെ പിടിച്ചവരാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വക്തിനും നിസ്കരിക്കുന്നവരാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം ഉണ്ടെന്നറിയാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമലാണ് സ്വലാത്ത് ചൊല്ല എന്നുള്ളത്. സ്വലാത്തിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹും മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും മുത്തുനബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ അല്ലാഹും മലക്കുകളും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടാ പറയുന്നു. വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിസ്കാരമുണ്ട് ഇവിടെ, നോമ്പുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഖുർആൻ പാരായണമുണ്ട് ഇവിടെ, അദ്കാറുകളുണ്ട് ഇവിടെ, ഒരുപാട് നന്മയാർജിച്ച പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ. പക്ഷേ അതിൽ നിന്നെല്ലാം, എല്ലാ അമലുകളിൽ നിന്നും വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണേ എന്നാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയാം ലോകത്തിന്റെ നേതാവാണ്. നബിയെ പോലെ ഒരു പ്രവാചകനില്ല. മറ്റെല്ലാ ആളുകളെക്കാളും, ലോകത്തെ എല്ലാ ജനങ്ങളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലെത്തിയ മഹൽ വ്യക്തിത്വമാണ് എന്ന് നമുക്കറിയാം. ആ മുത്തുനബിയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു മലക്കുകളും ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമായിട്ട് പറയുമ്പോ, സ്വലാത്ത് ചൊല്ലാത്ത ജീവിതം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, തർബിയാത്മീയ മജ്ലിസിലൂടെ ഒരു 313 ഫാത്തിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ധാരാളം സ്വലാത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ അലൈഹ സല്ലല്ലാഹു അലൈഹി അശറ. ഒരാളെന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന് പറഞ്ഞ മഹത്തായ സ്വലാത്ത്. ആ സ്വലാത്ത് നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ പ്രത്യേക നിബന്ധനകളുണ്ട്. മറ്റേ അമലുകൾ ചെയ്യുമ്പോൾ പ്രത്യേക നെയ്യത്തുകളും നിബന്ധനകളുമുണ്ട്. എന്നാൽ സ്വലാത്ത് വെറുതെ ചൊല്ലിയാലും കൂലിയാണ്, കളിയാക്കി ചൊല്ലിയാലും കൂലിയാണ്, ഗൈബത്ത് ആളുകളെ കാണാൻ വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി ചൊല്ലിയാലും കൂലിയാണ്. ഇങ്ങനെ കൂലിയുള്ള അമല് വേറൊന്നില്ല. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് പ്രയാസമുണ്ടെങ്കിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അങ്ങനെ ധാരാളം സ്വലാത്തുകൾ അഇമ്മത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിമിയയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വം വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, അതാ ഒരു ചരിത്രം ഞാൻ ഉണർത്തുകയാണ്. സുഫിയാൻ സൗരി എന്ന് പറയുന്ന വലിയ പണ്ഡിതനും മഹാനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു തംബീഹുൽ ആബിദീൻ വിശദീകരിക്കുന്ന ഒരു ചരിത്രം കാണാം. അതേ ഒരു വാപ്പയും മകനും ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. പഴയകാലത്ത് ഹജ്ജിന് പുറപ്പെടുന്ന നടന്നുകൊണ്ടാണ് കൂടുതൽ യാത്രയും. വാഹനങ്ങളില്ല. ഉള്ള വാഹനമാണെങ്കിൽ ഒട്ടകപ്പുറത്താണ് പോകാറ്. അതല്ല മറ്റു മൃഗങ്ങളുടെ മേലിൽ കയറിയാ പോകാറ്. ഇവര് നടന്ന് ഹജ്ജിന് പോകുന്നവരാണ്. മരുഭൂമിയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, വാപ്പയും മകനും നടന്നു നീങ്ങുകയാണ്. ഉടനെ ഹറമയ്യത്താ, വാപ്പ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. വാപ്പയുടെ മുഖത്തേക്ക് മകനൊന്ന് നോക്കിയപ്പോൾ ആ മുഖം വികൃതമായ ഒരു പന്നിയുടെ മുഖമായി, ഒരു മൃഗത്തിന്റെ മുഖമായി. അതേ വളരെ മോശമായ രൂപത്തിൽ, മുഖം വിചിത്രമായ രൂപത്തിൽ കാണുകയാണ്. അതേ എന്റെ വാപ്പയുടെ മുഖമല്ലല്ലോ ഇത്. ആ മകൻ പ്രയാസപ്പെടുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, വിഷമം സഹിക്കവയ്യാതെ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ വാപ്പയുടെ മുഖമാണെങ്കിൽ വികൃതമായി. അതേ ഞാനിനി എന്ത് ചെയ്യാനാണ് ചിന്തിച്ചിരിക്കുന്ന മകൻ. സുബ്ഹാനല്ലാഹ്, വിഷമത്താലങ്ങ് ഉറങ്ങിപ്പോയി. ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ സ്വന്തം മകൻ ഉറങ്ങിപ്പോകുമ്പോൾ ആ ഉറക്കത്തിൽ കാണുന്നു ഒരാള് വന്നുകൊണ്ട് വാപ്പയുടെ മുഖമങ്ങ് തടവുകയാണ്. ആ മുഖം തടവി കൊടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, വാപ്പയുടെ മുഖം അതേ പ്രകാശിതമായ മുഖമായി മാറുകയാണ്. ആ പന്നിയുടെ മുഖമുണ്ടായിരുന്ന മുഖം മാറുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം നെറ്റി ഉണർന്നു നോക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ വാപ്പയുടെ രൂപം അത് തന്നെ. വാപ്പയുടെ രൂപം ആദ്യത്തേക്കാൾ പ്രസന്നമായ മുഖമാണ് കണ്ടത്. ചരിത്രം ഞാൻ ചുരുക്കി പറയട്ടെ. ആ സ്വപ്നത്തിൽ തന്നെ മുത്തുനബിയാണെന്ന് പറയുകയും നിങ്ങളാരാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മുത്തുനബിയാണെന്ന് പറയുകയും നിങ്ങളുടെ വാപ്പ പലിശ തിന്നിരുന്നു എന്നതിന്റെ പേരിലാണ് ഈ രൂപത്തിൽ കോലം മറിക്കപ്പെട്ടത്. പക്ഷേ വാപ്പ മറക്കാതെ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമായിരുന്നു. ആ സ്വലാത്തിന്റെ പവറാണ് വാപ്പാക്ക് മുഖപ്രസന്നത ഞാൻ നൽകിയത് എന്ന് മുത്തുനബിയാമനാമിൽ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം അതേ ഹജ്ജിന് ഖബറടക്കിയതിനു ശേഷം ഹജ്ജിന് പോകുമ്പോൾ സുഫിയാനു സൗരി എന്ന് പറയുന്ന വലിയ പണ്ഡിതനും മഹാനും അതേ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ഒരു ചെറുപ്പക്കാരനെ വീക്ഷിക്കുമ്പോൾ ഹജ്ജിന്റെ തവാഫിൽ ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ഒഴിവാക്കി മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സുഫിയാനു സൗരി തങ്ങൾ ഈ ചെറുപ്പക്കാരനെ വീക്ഷിക്കുകയാണ്. ഇതെന്തത്ഭുതമാണ്! എന്തെല്ലാം ദിക്റുകൾ തവാഫ് ചെയ്യുമ്പോൾ ചൊല്ലാനുണ്ട്. അതെല്ലാം ഒഴിവാക്കി എല്ലാ
അമലുകളിലും സ്വലാത്ത് മാത്രമാണ്. അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് വിഷയങ്ങളൊക്കെ പറയുന്നത്. കണ്ടില്ലേ, ഈ പ്രതിസന്ധിയിൽ മരണത്വം മരിച്ച് മുഖം വികൃതമായപ്പോൾ പോലും മുത്തുനബി വന്ന് സഹായിക്കുകയാണ്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് നമ്മൾ ഒഴിവാക്കിക്കൂടാ. നമ്മളെ വീട്ടിലെ മക്കളെ കൊണ്ടൊരു 100 സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലിപ്പിക്കണം. സ്വന്തമായി നമ്മൾ ചെല്ലാൻ കഴിയാത്തവരാണ്, സമയം കണ്ടെത്താൻ കഴിയാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള ആത്മീയ മജ്‌ലിസിൽ പങ്കെടുത്ത് ഒരുമിച്ചിരുന്ന് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയിലേക്ക് മടങ്ങലില്ലാതെ നമുക്ക് വിജയമില്ല. സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിലുള്ള മധ്യവർത്തി ഹബീബ് റസൂലുള്ളാഹി സ്വഹാബത്തുൽ കിറാം മുത്തുനബിയിലേക്കാണ് തിരിഞ്ഞത്. അതേ മഹാന്മാര് മുഴുവനും മുത്തുനബിയിലേക്കാണ് തിരിഞ്ഞത്. ആ മുത്തുനബി മുഖേന നമുക്ക് രക്ഷപ്പെടണം. വമാലി അലാ ഗൈരിഹി ലിന്നാസി മുഅ്തമിദുൻ വലാ ഇലാ ഗൈരിഹി ലിന്നാസി തഹ്വീലു. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണമെങ്കിൽ ഹബീബായ തങ്ങളിലേക്ക് തിരിയലില്ലാതെ മറ്റൊരു മാർഗമില്ല. ഹബീബ് മുഖേന നമുക്ക് വിജയിക്കണം. അതിന് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി 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 ഹബീബായ തങ്ങൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനാമിലേക്ക് കടന്നു വരികയാണ്. ആ രൂപത്തിൽ നമുക്ക് സ്വപ്നത്തിലെങ്കിലും മുത്തുനബിയെ കാണാൻ ഭാഗ്യം ശ്രദ്ധിക്കണം. മുത്തുനബിയുടെ കോലത്തിൽ വേറെ ഒരാൾ വരില്ല, വേറൊരാൾക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മൾ സ്വപ്നത്തിലെങ്ങാനും കണ്ടാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആയിരിക്കും. അതിന് സ്വലാത്ത് ചൊല്ലണം മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറബിയയുടെ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ ഒരുപാട് പ്രതിസന്ധിയുള്ളവരാകാം, പ്രയാസങ്ങളുള്ളവരാകാം. ഇന്ന് മുതൽ ഫാത്തിമിയ സ്വലാത്ത് നമ്മളിവിടെ ചൊല്ലുകയാണ്. കൂടെ എല്ലാവരും ചൊല്ലണം. സ്വലാത്ത് ചൊല്ലുമ്പോ മുത്തുനബിയെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ചൊല്ലണം. മദീന നമ്മുടെ മനസ്സിൽ കാണണം. എന്തൊരാനന്ദമാണ്. മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയാലും ഉംറയ്ക്ക് വേണ്ടി പോയാൽ മദീനയിലേക്ക് നമ്മൾ സിയാറത്തിന് വേണ്ടി പോകുമല്ലോ. ആ ഹബീബിന്റെ ചാരത്തെത്തുമ്പോൾ എന്തെന്നറിയാതെ അറിയാതെ കണ്ണുനീരൊഴുകി പോവുകയാണ്. മുത്തുനബി വസിച്ച ഭൂമിയാണല്ലോ മുത്തുനബി. അവിടെ മറവിട്ട് മുത്തുനബി വിശ്രമിക്കുന്ന കേന്ദ്രമാണല്ലോ മദീന. ആ മദീനയിൽ എത്തുമ്പോൾ മുസൽമാന്റെ ഹൃത്തടങ്ങൾ പിടയ്ക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റൗളയുടെ ചാരയെത്തുമ്പോൾ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നേരെ കണ്ടതുപോലെ അനുഭൂതിയാണ്. ഖൽബ് ലംഘുകയാണ്, പാപങ്ങൾ പൊറുക്കുകയാണ്, മനസ്സിൽ ഈമാൻ സ്ഫുടം ഈമാൻ കയറുകയാണ്. മനസ്സങ്ങ് ക്ലിയറായി മുത്തുനബിയിലേക്ക് അടുക്കണമെന്നുള്ള ചിന്തയാണ്. അല്ലാഹു എത്തിപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ ആത്മീയ മജ്‌ലിസിലുള്ള സ്വലാത്ത് ആ മുത്തുനബിയെ ഓർത്തുകൊണ്ട് മദീന മുന്നിൽ കണ്ട് ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കിയിരുന്ന സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വലാത്ത് ചൊല്ലുന്നവർ അതേത് മനുഷ്യനും ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലിയാൽ, ഞാൻ ഈ സ്വലാത്ത് എടുത്തതിന്റെ കാരണം എന്താണ്? നമുക്കൊരാൾക്കും പ്രയാസമില്ലാതെ പെട്ടെന്ന് ആയിരക്കണക്കിന് ചൊല്ലി തീർക്കാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഏത് മനസ്സിനും സമാധാനം ഈ സ്വലാത്തിലൂടെ ലഭിക്കുകയാണ്. എത്ര കടങ്ങളുണ്ടെങ്കിലും ഇതൊരു നിശ്ചിത എണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ ആ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരുന്നതാണ്. അല്ലാഹു എല്ലാവരുടെയും കടങ്ങൾ വീട്ടിക്കൊടുക്കട്ടെ. ജോലിയില്ലാത്തവർ ഒരു നിശ്ചിത എണ്ണം വെച്ച് ഈ സ്വലാത്ത് ചൊല്ലിക്കോ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ജോലി ലഭിക്കുന്നതാണ്.
ഏത് പ്രയാസങ്ങളും നീങ്ങാൻ നല്ലൊരു മരുന്നാണ് ഈ സ്വലാത്ത്. സ്വലാത്ത് ഒരു നിശ്ചിത എണ്ണം വെച്ച് ചൊല്ലിയാൽ പ്രയാസങ്ങൾ നീങ്ങുകയാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളില്ലേ, പഠനത്തിൽ മികവ് ലഭിക്കാൻ ഈ സ്വലാത്ത് നിത്യവും ചൊല്ലിക്കോ. അതുപോലെ തന്നെ മനസ്സൊന്ന് നന്നാകാൻ എപ്പോഴും ടെൻഷനും പ്രതിസന്ധിയും പ്രയാസങ്ങളുമാണ് മനസ്സിനെങ്കിൽ ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ. അതുപോലെ തന്നെ കൽബൊന്നലങ്കി മരിക്കാൻ ആഗ്രഹമില്ലേ, മോശമായ ചിന്തകൾ കൽബിലുള്ളവർ ഹൃദയമൊന്ന് ശുദ്ധിയാക്കി കിട്ടിയാൽ, അല്ലാഹുവിന്റെ നോട്ടസ്ഥാനമാണല്ലോ ഹൃദയം, ആ ഹൃദയമൊന്ന് ക്ലിയറാകാൻ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ അവന്റെ ഹൃദയം ശുദ്ധിയാകുമെന്ന് മഹാന്മാര് പറയുകയാണ്. ഒരുപാട് മഹത്തുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത്. എല്ലാവരും ചൊല്ലാം. ഇൻഷാ അല്ലാഹ് നമുക്ക് 313 ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ മുത്തുനബിയെ സ്നേഹിച്ച് മുത്തുനബിയെ മാതൃകയാക്കി ജീവിക്കാൻ തൗഫീഖ് നബി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഞാൻ സ്ക്രീനിൽ ഇതിന്റെ സ്വലാത്തിന്റെ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ അത് നോക്കിയിട്ട് അറിയാത്തവർ ചൊല്ല, അല്ലാത്തവർ കേട്ട് ചൊല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വീകരിക്കട്ടെ. നമ്മളെ മുറാദുകളൊക്കെ ഈ സ്വലാത്ത് കൊണ്ട് അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على النور واهلي 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 اللهم صل على النور واهلي
اللهم صل على النور وأهلي 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 അല്ലാഹുവേ മുത്തുനബിയുടെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് അല്ലാഹുവേ മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് മുത്തുനബിയുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് മുത്തുനബിയെ കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ് മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് മുത്തുനബി അനുധാവനം ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് മുത്തുനബിയിലേക്ക് അടുക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് മുത്തുനബിയിലേക്ക് ചെന്നു ചേരാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് മുത്തുനബിയെ മനാമിൽ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് മുത്തുനബിയോട് ഒരുമിച്ച് സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് നാളെ ആരാരുമില്ലാത്ത സമയത്ത് മുത്തുനബി കൈപിടിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി മുത്തുനബിയുടെ പേരിൽ നമുക്ക് കുറച്ച് സ്വലാത്ത് ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലി ആ മദീനയിലേക്ക് നമുക്ക് സലാത്തും സലാമും ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്
الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا نجي الله الصلاة والسلام عليك يا سيدي يا صفي الله الصلاة والسلام عليك يا سيدي يا رحمة للعالمين الصلاة والسلام عليك يا سيدي يا من اختاره الله الصلاة والسلام عليك يا سيدي يا رسول الله كلت هيلتي أدركني يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت حيلتي أدركني يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم റഹ്മാനായ സയ്യിദായ അല്ലാഹ് തർബിയാത്മീയ മജ്ലിസിൽ റഹ്മാനെ ഫത്മിയ സ്വലാത്ത് 113 ചൊല്ലി നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ ഖായിബാക്കല്ല അല്ലാഹ് നീറുന്ന പ്രയാസമുള്ളവരുണ്ട് മുത്തുനബിയെ കൊണ്ട് പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ് രോഗികളുണ്ട് ശിഫ നൽകണേ അല്ലാഹ് ജോലി ചെയ്യുന്നവരുണ്ട് ബറക്കത്ത് നൽകണേ അല്ലാഹ് ജീവിതത്തിൽ റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും തട്ടിമാറ്റണേ അല്ലാഹ് സന്തോഷമുള്ള ഭവനം നൽകണേ അല്ലാഹ് ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് മക്കളെ സ്വാധീനങ്ങളാക്കണേ അല്ലാഹ് ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ് ജീവിതത്തിലുടനീളം ഖൈറുകൾ നീ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ് അല്ലാഹുവേ മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്
മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ, ഖൽബ് നന്നാക്കി തരണേ അല്ലാ, അവയവങ്ങൾ നന്നാക്കി തരണേ അല്ലാ, ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാ സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മുമ്പേ വിട പറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഞങ്ങളാക്കി ഉസ്താദുമാര് മാതാപിതാക്കള് ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ഇസ്സത്ത് സലാമത്ത് ആഫിയത്ത് നൽകണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.